യുവമോർച്ച നേതാവ് കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആദ്യകാല ബി.ജെ.പി. പ്രവർത്തകരെ ആദരിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. യുവമോർച്ച നേതാവ് കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്ററുടെ 25ാം ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആദ്യകാല ബി.ജെ.പി. പ്രവർത്തകരെ ആദരിച്ചു. മുതിർന്ന ബി.ജെ.പി. നേതാവ് പി. കരുണാകരൻ മാസ്റ്റർ ആദ്യകാല പ്രവർത്തകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തില്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല. ഈ ജനാധിപത്യം നിലനിർത്താൻ ഈ തലമുറ, പ്രത്യേകിച്ച് യുവമോർച്ച പ്രവർത്തകർ ബാധ്യസ്ഥരാണെന്ന് ഞാൻ ഓർക്കുന്നു. ജനാധിപത്യത്തെക്കുറിച്ച്, ഭരണഘടനയെ കുറിച്ചൊക്കെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പറയുമ്പോൾ പുച്ഛം തോന്നുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സർദാർ വല്ലഭായ് പട്ടേലിന് 15 പ്രവിശ്യകളിലെ 12 പ്രവിശ്യകളും പിന്തുണ. പക്ഷേ രാഷ്ട്രപിതാവിന്റെ ഓമനപുത്രനായ, ഓമന ശിഷ്യനായ ജവഹർലാൽ നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കാനുള്ള ഉത്സാഹത്തിൽ ജനാധിപത്യം ആദ്യമായി കൊലയും. ആ ജനാധിപത്യം കൊലയുന്നത് രാഷ്ട്രപിതാവെന്ന് നാം വിളിക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ ഉത്തമപുത്രനായ മഹാത്മാഗാന്ധി മുൻകൈയെടുത്തുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർ നമ്മളെ ആരോപിക്കും, ഇവർ ഗാന്ധിവധം പ്രത്യേകരാക്കുക. സത്യത്തിൽ ജനാധിപത്യ വധം ജവഹർലാൽ നെഹ്റുവിനെ പ്രസിഡന്റാക്കിയതോടുകൂടി, പ്രധാനമന്ത്രിയാക്കിയതോടുകൂടി തീർത്തിരിക്കുന്നു. ഈ അവസ്ഥ മാറ്റാൻ ഇന്നും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്, ഗാന്ധിക്ക് വേണ്ടിയാണ് ജവഹർലാൽ നെഹ്റു കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയെ പിരിച്ചുവിട്ടത്. കെ. ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജയപ്രകാശ് വെള്ളോറ, സന്തോഷ് കൊട്ടാരത്തിൽ, ബാലകൃഷ്ണൻ പനക്കിയിൽ, സി. നാരായണൻ, കെ. രാജേഷ്, പി. ജോബിത്ത്, എം. പി. രവീന്ദ്രൻ, ഗംഗാധരൻ കാളീശ്വരം, രാജു ചുണ്ട, കെ. സുനിൽകുമാർ, വി.ആർ. സുനിൽ എന്നിവർ പ്രസംഗിച്ചു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊലപാതകം നടത്തിയിട്ട് 25 വർഷം തികയാണ്. ഈ അവസരത്തിൽ ഈ 25 വർഷമായിട്ട് ജയകൃഷ്ണ മാഷിന്റെ വിടവ് നികത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നൊരു സത്യമാണ്. പക്ഷേ ഈ കൊലപാതകത്തോടെ നമ്മളെ ഭയപ്പെടുത്തി പിന്മാറ്റാം എന്നുള്ള ആ ധാരണ വളരെ തെറ്റാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. കൊലപാതകങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന CPM ഇപ്പോഴും നമ്മുടെ പ്രവർത്തകരെ കാങ്ങൂരും പെരിങ്ങോം ഭാഗങ്ങളിലൊക്കെ പ്രവർത്തകർ ബൈക്ക് എത്തിക്കുക, അവരെ മർദ്ദിക്കുക ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ചടങ്ങിന് മുന്നോടിയായി നിരവധി പേർ അണിനിരന്ന ബൈക്ക് റാലി പെരുമ്പയിൽ നിന്നും ചെറുപുഴയിലെത്തി. നഗരിയിൽ ഉയർത്തുവാനുള്ള കൊമ്പും ഹരിത പതാകയുമേന്തിയുള്ള വാഹന ജാഥയാണ് പയ്യന്നൂർ പെരുമ്പയിൽ വഴി കടന്നു വരുന്നത്. ആശീർവദിച്ചാലും അതിന്റെ മാസ്റ്റർ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിക്കുകയാണ്. മറ്റൊരു ഡിസംബർ 1 പയ്യന്നൂർ പെരുമ്പയിൽ മാർക്സിസ്റ്റ് നരാധമന്മാരാൽ അരിങ്കൊല ചെയ്യപ്പെട്ട സ്വർഗീയ CK വിനോദ് കുമാറിന്റെ നാമധേയത്തിലുള്ള സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കൊമ്പും ഹരിത പതാകയുമേന്തിയുള്ള പതാക ജാഥയാണ് നിരവധി അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവഴി കടന്നുപോകുന്നത്. മാർക്സിസ്റ്റ് നരാധമന്മാർ 1999 ഡിസംബർ 1 കണ്ണൂർ പാനൂരിലെ ഈസ്റ്റ് മോയിലെ UP സ്കൂളിൽ വെച്ച് പിഞ്ചുമക്കളുടെ കണ്ണുമുന്നിലിട്ട് അതിക്രൂരമായി വെട്ടിയെന്ന് കൊലപ്പെടുത്തിയ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.